പാലക്കാട് ചെർപ്പുളശ്ശേരി വെള്ളിനേഴിക്ക് സമീപം വാട്ടർ ടാങ്ക് പൊട്ടി വീണ് അമ്മയ്ക്കും കുഞ്ഞിനും ദാരുണാന്ത്യം. ബംഗാൾ സ്വദേശിയായ ശ്യാമിലിയും കുഞ്ഞുമാണ് മരിച്ചത്. വിവരങ്ങളുമായി നിഖിൽ പ്രമേശാണ് ചേരുന്നത് പാലക്കാട് നിന്ന്. നിഖില, ദാരുണമായ സംഭവമാണ്. എപ്പോഴായിരുന്നു ഇത്? വിവരങ്ങൾ. കൃഷ്ണ, അല്പസമയം മുൻപാണ് ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. ചെർപ്പുളശ്ശേരി വെള്ളിനേഴി നെല്ലിപ്പറ്റക്കുന്ന് ഫാമിനകത്തെ വാട്ടർ ടാങ്ക് പൊട്ടിയാണ് ഈ അമ്മയും കുഞ്ഞും മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവർ വാട്ടർ ടാങ്കിന് സമീപത്തിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഫാമിനകത്തെ വാട്ടർ ടാങ്കാണ്. ഒരുപാട് ഇടങ്ങളിലേക്ക് വെള്ളവും മറ്റും എത്തിക്കാനുള്ളതിനാൽ ഈ ചെങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടാങ്കാണ് ഇത്. വലിയ ടാങ്കാണ്, കാലപ്പഴക്കമുള്ള ടാങ്കുമാണ്. ഇത് പൊടുന്നനെ പൊട്ടുകയായിരുന്നു. അതിനടിയിൽ ഇവർ രണ്ടുപേരും അകപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്നും മറ്റും ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. 30-കാരി ശ്യാമിലി, അവരുടെ 1.5 വയസ്സുള്ള മകൻ സ്വാമി റാം എന്നിവരാണ് മരിച്ചത്. രണ്ടുപേരും തൽക്ഷണം മരിക്കുകയായിരുന്നു. ഇവിടേക്ക് ഈ ഫാമിനകത്തായതുകൊണ്ട് തന്നെ പ്രദേശവാസികളൊന്നും ആദ്യഘട്ടത്തിൽ ഈ സംഭവം അറിഞ്ഞിരുന്നില്ല. പിന്നീട് അവർ അവിടേക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്തി രണ്ടുപേരെയും അവിടെ നിന്ന് മാറ്റുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്കാണ് നിലവിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. കൃഷ്ണ, ശരി. പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ പ്രമേശ്.